മലയാള സാഹിത്യത്തിലെ അക്ഷരങ്ങളുടെ സ്നേഹഭാചനം ഓർമ്മയായിരിക്കുകയാണ്. എഴുത്തുകാരനും ചിന്തകനും വാഗ്മിയുമായിരുന്നു പ്രൊഫസർ MK സാനു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളത്തെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5 മണിക്ക് രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട്. കാളിദാസൻ, വീട്ടിലിപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കു കാണാൻ നിരവധി പേരാണ് വീട്ടിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? മൃതദേഹം ഇപ്പോൾ എറണാകുളത്തെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. വീട്ടിലാണ് ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുന്നത്. 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5 മണിക്കാണ് രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മലയാള സാഹിത്യത്തിൽ നിരൂപണ വിമർശന ശാഖകൾക്ക് പുതിയ ചിന്തകനും കാഴ്ചപ്പാടും സമ്മാനിച്ച ചിന്തകനാണ് വിട വാങ്ങിയത്. സാനുമാഷിന് വിട നൽകുകയാണ്. വാർദ്ധക്യത്തിന്റെ അവശതകൾക്കിടയിലും നിർബാധം എഴുത്തു തുടർന്ന അദ്ദേഹം സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ അവസാന നാൾ വരെയും സജീവമായിരുന്നു. വീട്ടിൽ വെച്ച് വീണ് പരിക്കേറ്റതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ന്യൂമോണിയ ബാധിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 5:35 അന്ത്യം. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട്. കാളിദാസൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കു കാണാൻ വീട്ടിലേക്കടക്കം എത്തിച്ചേരുന്നത്. കൂടുതൽ വിവരങ്ങൾ. നിരവധി പേർ വീട്ടിലേക്ക് തന്നെ കരിക്കാമുറിയിലെ സന്ധ്യ എന്ന MK സാനുമാഷിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലൊരു തിരക്കുണ്ട്. ചെറിയ ഇടവഴിയാണ് മാഷിൻ്റെ വീട്ടിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ അത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത്രത്തോളം ആളുകളാണ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളടക്കം വന്നിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കം വന്ന് സാനുമാഷെ കണ്ടിട്ട് മടങ്ങിയത്. അത്തരത്തിൽ നിരവധി ആളുകൾ ഓരോ നിമിഷവും വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ടൗൺ ഹാളിലും കൃത്യമായ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 10 മണിയോടുകൂടി ടൗൺ ഹാളിലേക്ക് മാറ്റുമെന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ചിലപ്പോൾ സമയക്രമത്തിന് മാറ്റമുണ്ടായേക്കാമെന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഒരു തിരക്ക്, ഈ അനുഭവപ്പെടുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു തിരക്ക് പറയുന്നത്. എന്തായാലും പെട്ടെന്ന് ആളുകളെ കാണാൻ അനുവദിച്ച് വിടുന്നൊരു സാഹചര്യമൊക്കെ എത്തിയിട്ടുണ്ട്. പോലീസ് അടക്കം ഇവിടെയുണ്ട്. കൃത്യമായ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. 1 മണിക്കൂറാണ് വീട്ടിൽ വെക്കാനായി നിശ്ചയിച്ചിരുന്ന ഒരു സമയം. ആ സമയത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ക്രമീകരണത്തിനൊന്നും നിലവിൽ മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ ഈ തിരക്ക് വലിയ രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ സമയക്രമത്തിന് മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. മാത്രമല്ല, സാനുമാഷ് എറണാകുളം ജില്ലയിൽ എത്രത്തോളം പ്രിയങ്കരനായിരുന്നു, അല്ലെങ്കിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് അദ്ദേഹം എത്രത്തോളം പ്രിയങ്കരനാണ് എന്ന് തെളിയിക്കുന്നതും കൂടിയാണ് ഈ ഒരു നീണ്ട നിര എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ വീട്ടിൻ്റെ പുറത്തേക്കുമൊക്കെ ആ നിര നീണ്ടു കിടക്കുകയാണ്. കൂടുതൽ ആളുകൾ ഓരോ നിമിഷവും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതത്തിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അതോടൊപ്പം തന്നെ പിന്നീട് MLA ആയിരുന്ന കാലയളവിൽ അദ്ദേഹം ഉണ്ടാക്കിയ സൗഹൃദങ്ങൾ, ബന്ധങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ആ കാലഘട്ടത്തിലും അതിനുശേഷവും MK സാനുമാഷ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഓടിവരുന്ന ജനങ്ങളാണ്. ആ ജനങ്ങൾ, അത്തരത്തിലുള്ള ആളുകൾ MK സാനുമാഷിൽ നിന്നും പ്രിയപ്പെട്ടവരായി എപ്പോഴും കണ്ടിട്ടുള്ളവരാണ്. നമ്മുടെ ഇവിടുത്തെ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഓരോ ആളുകളും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരവധി ആളുകൾ ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണിയോടുകൂടി തന്നെ മൃതദേഹം ടൗൺ ഹാളിലേക്ക് മാറ്റും എന്നുള്ളതാണ്, ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഈ തിരക്ക് കുറയുന്നതിനനുസരിച്ച്
ആളുകൾക്കെല്ലാം കാണാൻ സൗകര്യം ഒരുക്കി കൊടുത്ത ശേഷം 10 മണിയോടുകൂടി തന്നെ മൃതദേഹം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആതിര. തീർച്ചയായും കാളിദാസൻ വൈകിട്ട് 5 മണിക്ക് രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. ഔദ്യോഗിക ബഹുമതികളോടെയാണോ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്? അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ വലിയ തിരക്കാണ് വീട്ടിലടക്കം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എറണാകുളം ടൗൺ ഹാളിലായാലും വലിയൊരു തിരക്ക് തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതല്ലേ? അതെ, അതുതന്നെയാണ്. കാരണം ടൗൺ ഹാളിലേക്കും അവിടുത്തെ ക്രമീകരണങ്ങൾ കുറച്ചുകൂടി വിപുലമാണ്. കാരണം കൂടുതൽ ആളുകൾ അങ്ങോട്ട് എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇതാണ് ഇപ്പോൾ വീട്ടിലേക്കുള്ള തിരക്ക് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ടൗൺ ഹാളിലേക്ക് എത്രത്തോളം ആളുകൾ എത്തിച്ചേരും അദ്ദേഹത്തെ കാണാൻ എന്നുള്ളത് തന്നെ ഊഹിക്കാവുന്നതാണ്. അപ്പോൾ അത് വൈകുന്നേരം വരെ ആ ഒരു പൊതുദർശനം ഉണ്ടാകും. 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾക്കായി രവിപുരം ശ്മശാനത്തിലേക്ക് എത്തിക്കും. രാത്രിയോടുകൂടി തന്നെ അല്ലെങ്കിൽ 5:30 തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങുകളടക്കം പൂർത്തിയാക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലവിലെ ക്രമീകരണം എന്ന് പറയുന്നത്. ടൗൺ ഹാളിലേക്ക് മാറ്റുമ്പോൾ കൂടുതൽ ആളുകൾ, കൂടുതൽ രാഷ്ട്രീയ പ്രമുഖർ, കൂടുതൽ മത നേതാക്കൾ ഒക്കെ തന്നെ എത്തുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് തന്നെ നിരവധി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മതഭേദമന്യേ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മത നേതാക്കളാണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമുദായിക നേതാക്കളാണെങ്കിലും പ്രാദേശിക നേതാക്കളാണെങ്കിലും എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അല്ലെങ്കിൽ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കുന്ന ആ ഒരു സമയത്ത് പോലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത്തരത്തിൽ വിജയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് സാനുമാഷ് ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നലെയൊക്കെ നമ്മൾ ഈ ഒരു വിയോഗത്തിന് പിന്നാലെ കേട്ട നിരവധി പ്രതികരണം എന്ന് പറയുന്നത്. മാത്രമല്ല, സാഹിത്യരംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ, ആ സംഭാവനകളിലൂടെ അദ്ദേഹത്തിൻ്റെ പേര് ഇന്നും ഈ കേരളത്തിൽ അങ്ങനെ അലയടിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ വന്നിരിക്കുന്ന ഈ അഭൂതപൂർവമായ തിരക്ക് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. 10 മണിയോടുകൂടി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ കൂടി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നു. തിരക്ക് ഉണ്ടെങ്കിലും പെട്ടെന്ന് ആളുകൾക്ക് കണ്ട് മടങ്ങാനുള്ളൊരു സൗകര്യം ഇപ്പോൾ താൽക്കാലികമായി ഒരുക്കിയിട്ടുണ്ട്. പോലീസ് അധികൃതരും ഒക്കെ തന്നെ കൃത്യമായി ഒരുക്കുന്നുണ്ട്. 10 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ തന്നെ നീങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്രമീകരണങ്ങൾ കൃത്യമായി ഇപ്പോൾ പാലിക്കുന്ന പോലെ തന്നെ ഈ ക്രമീകരണങ്ങൾ പാലിച്ച് ആളുകളെല്ലാം കണ്ടു മടങ്ങുകയാണെങ്കിൽ 10 മണിയോടുകൂടി തന്നെ മൃതദേഹം വീട്ടിൽ നിന്നും ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ശേഷം ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനം. അവിടെയും കൂടുതൽ പ്രമുഖർ എത്തിച്ചേരും, നിരവധി പ്രമുഖർ എത്തിച്ചേരും. കാരണം അത്രത്തോളം ശിഷ്യഗണങ്ങളുണ്ട്. MK സാനുമാഷിന് മലയാള സിനിമാ താരം മമ്മൂട്ടി മുതൽ മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള AK ആൻ്റണി ഒക്കെ തന്നെ സാനുമാഷിൻ്റെ ശിഷ്യഗണങ്ങളിൽ പെട്ടവരാണ്. മാത്രമല്ല, അദ്ദേഹം ഉണ്ടാക്കിയ ബന്ധങ്ങൾ, അദ്ദേഹം ഈ ഒരു കാലയളവിൽ അധ്യാപന ജീവിതത്തിലും ഒക്കെ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ബന്ധങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു ബന്ധങ്ങൾ, അത്തരത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ സൗഹൃദങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികളടക്കം, അല്ലെങ്കിൽ MK സാനു എന്ന ആ ഒരു സാഹിത്യകാരൻ, ആ ഒരു ജീവചരിത്രകാരൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ശൈലിയെ ഏറെ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളും ഒക്കെയുണ്ട്. അദ്ദേഹത്തിന് പ്രിയങ്കരായി, അല്ലെങ്കിൽ അദ്ദേഹത്തെ അത്രയും പ്രിയപ്പെട്ടതായി കാണുന്ന നിരവധി വിദ്യാർത്ഥികളടക്കം ഉണ്ട്. അല്ലെങ്കിൽ ജീവചരിത്ര മേഖലയിൽ മറ്റൊരു മാനം നൽകിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ കൂടി അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നുണ്ട് നിരവധി പേർ. അപ്പോൾ അത്തരത്തിലുള്ള ചില ഓർമ്മകൾക്കായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ഒരു ജീവചരിത്ര രംഗത്തെ ഒരു അധികാരിയൊരാൾ എന്ന് തന്നെ പറയാവുന്ന MK സാനുവിനെ അവസാനമായി കാണാനായി വിദ്യാർത്ഥികളടക്കം, മുതിർന്നവരടക്കം, സുഹൃത്തുക്കളടക്കം, ബന്ധുക്കളടക്കം, രാഷ്ട്രീയ മതഭേദമന്യേ, ജാതി മതഭേദമന്യേ ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കാരിക്കാമുറിയിലെ സന്ധ്യയിലെ വീട്ടിലേക്ക്. ശേഷം ടൗൺ ഹാളിലേക്കുള്ള പൊതുദർശനമാണ്. അതിനുശേഷം 5 മണിയോട് കൂടിയാണ്
രവിപുരം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആതിര. ശരി. കാളിദാസൻ പ്രൊഫസർ എം കെ സാനുവിന് കേരളത്തിൻ്റെ അന്ത്യാഞ്ജലി രാവിലെ 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് രവിപുരം ശ്മശാനത്തിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പൊതുദർശനം പുരോഗമിക്കുന്നത്.